ഞാൻ ഫുഡ് കംപ്ലൈൻ്റ് ആയിട്ടാണ് ഞാൻ സ്റ്റേഷനിലേക്ക് പരാതിപ്പെട്ട് പോകുന്നതും ഈ ഉദ്യോഗസ്ഥൻ ചെയ്തതെന്താ വെച്ചാൽ ഈ ഉദ്യോഗസ്ഥൻ്റെ റൂമിലേക്ക് എന്നെ കൊണ്ടുപോവുകയും അവിടുന്ന് കണ്ണിൽ അരച്ച കാന്താരി എന്ന് തന്നെ പറയാം, അത്രയും എരിച്ചിലുണ്ടായിരുന്നു. നല്ല വേദനയോടെ ഞാൻ പൊട്ടി വളർന്നു പോയി. എൻ്റെ കയ്യിൽ 2 വിലങ്ങുകളും വെച്ചിട്ട് ബാക്കിലേക്ക് വിലങ്ങുകൾ വെച്ചിട്ടാണ് ഈ കൈകൾ മൊത്തം കെട്ടിയിട്ട് ഞാൻ അവിടെ കണ്ണിലേക്ക് 2 ഉദ്യോഗസ്ഥരെന്നെ പിടിച്ചു വെച്ചിട്ട് കണ്ണിലേക്ക് ഈ ഉദ്യോഗസ്ഥൻ എൻ്റെ കണ്ണിലേക്ക് പരട്ടുന്ന ഈ കാന്താരി പരട്ടിയിട്ട് നീ കൊച്ചിയിലെ പോലീസുകാരെ കണ്ടു മനസ്സിലാക്ക്, ഇനി മേലിൽ നീ ഒരു കേസും പറഞ്ഞിട്ട് നീ സ്റ്റേഷനിലേക്ക് വിളിച്ചു പോകരുതെന്നും പറഞ്ഞു. വിശദാംശങ്ങളുമായി ഇസത്താണ് ചെന്ന്. ഇസത്ത്, ഈ കണ്ണിൽ കാന്താരി അരച്ച് തേക്കെന്നൊക്കെ പറയുന്നത് പണ്ട് പ്രാകൃതമായി നടന്നിരുന്ന ഒരു ശിക്ഷാ നടപടിയൊക്കെയാണ്. ഇത്തരത്തിൽ അതിക്രൂരമായി മർദ്ദനത്തിന് ഇരയാക്കാൻ മാത്രം അദ്ദേഹം ചെയ്ത കുറ്റം എന്താണ്? ഇതിൽ പോലീസ് നൽകുന്ന മറുപടി എന്താണ്? അഞ്ജലി, 80കളുടെ തുടക്കത്തിലൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരുന്ന ഒരു പോലീസ് കസ്റ്റഡി മർദ്ദനത്തിന്റെ കഥയാണ് ഇപ്പോൾ വീണ്ടും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അത് ഈ 2000ങ്ങളിലും അല്ലെങ്കിൽ ഇപ്പോൾ ഈ 2026ലും ഇത്തരം ഒരു മർദ്ദനത്തിന്റെ ഒരു കഥയാണ് ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെയാണ് ഈ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. ഇന്നലെ കലൂരിലെ ഒരു സ്വകാര്യ ഹോട്ടലിൽ നിന്നും വിക്ടിമായിട്ടുള്ള സാദിഖ് ഭക്ഷണം കഴിക്കുകയും തുടർന്ന് ആ ഭക്ഷണത്തെ ചോദ്യം ചെയ്ത് അവിടെ നിന്ന് പോലീസുകാരനെ വിളിക്കുകയാണ് ഉണ്ടായത്. പോലീസ് സ്ഥലത്തെത്തിയ ഉടനെ ഈ സാദിഖ് കഴിച്ച ഭക്ഷണത്തിൽ നിന്നും പോലീസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഭക്ഷണം എടുത്ത് കഴിക്കുകയും തുടർന്ന് അവിടെ ഒരു വാക്ക് തർക്കം ഉണ്ടാവുകയാണ് ചെയ്തത്. അതിനുശേഷം സാദിഖിനെ ഇയാൾ ബലം പ്രയോഗിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും പോലീസ് സ്റ്റേഷനിൽ എത്തിയ ഉടനെ ഇയാളെ ചോദ്യം ചെയ്യുകയാണ് ഉണ്ടായത്. ഈ ചോദ്യം പിന്നീട് അതൊരു കസ്റ്റഡി മർദ്ദനമായിട്ട് മാറുന്നു. പിന്നീട് മറ്റു മുതിർന്ന ഉദ്യോഗസ്ഥരും കൂടി സ്ഥലത്തെത്തി ഈ സാദിഖിനെ ബലം പ്രയോഗിച്ചുകൊണ്ട് ഉള്ളിലേക്ക് വലിച്ചു കൊണ്ടുപോവുകയും തുടർന്ന് കാന്താരി മുളകരച്ച് സാദിഖിന്റെ കണ്ണിൽ തേക്കുകയും ഉണ്ടായി. അതിനുശേഷം അയാൾക്കെതിരെ ഒരു വ്യാജ പരാതി കെട്ടിച്ചമച്ചു എന്നാണ് സാദിഖ് ആരോപിക്കുന്നത്. എന്താണ് താൻ ചെയ്ത കുറ്റമെന്ന് സാദിഖ് ചോദിക്കുമ്പോഴും അതിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടി പോലീസുകാർ നൽകുന്നില്ല. മാത്രമല്ല അയാളെ ക്രൂരമായിട്ട് പോലീസുകാർ പെരുമാറിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ രേഖകളും അദ്ദേഹം ഇന്ന് നമുക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. അതിലെല്ലാം കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇന്നലെ കണ്ണിൽ കാന്താരി മുളക് അരച്ച് തേച്ചു എന്ന് നമുക്ക് മെഡിക്കൽ റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ശേഷം അയാളെ ഇന്നലെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയും അവിടെ തുടർന്ന് ചികിത്സാ നടപടികൾ ചെയ്യുകയും ചെയ്തു. അതിനുശേഷമാണ് ഇന്ന് അയാൾ വീണ്ടും കോഴിക്കോട്ട് പോയിരിക്കുന്നത്. ഏതായാലും ഈ കസ്റ്റഡിയിലെ CCTV അടക്കമുള്ള തെളിവുകൾ അദ്ദേഹം ശേഖരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുമായിട്ട് പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു വിശദീകരണം ഇതുവരെ കിട്ടിയിട്ടില്ല. ഏതായാലും പോലീസ് ഇതിൽ നിന്നൊരു കൃത്യമായിട്ട് മറുപടി നൽകുമെന്ന് തന്നെയാണ് പ്രതീക്ഷാഞ്ജലി. ശരി ഇസത്ത്, എന്തായാലും ഈ ജനമൈത്രി എന്നൊക്കെ പോലീസ് പറയുമ്പോഴും ഇത്തരത്തിലൊക്കെ ക്രൂരമായ സംഭവങ്ങൾ നടക്കുമ്പോൾ എങ്ങനെ ആളുകൾ പരാതി പറയാൻ പോലും മടിക്കുമെന്നുള്ളൊരു ആക്ഷേപക്കുറിപ്പിലാണ് ഇപ്പോൾ ഉള്ളത്. വിശദാംശങ്ങൾ നൽകിയത് ഇസത്താണ്.